രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, വലിയ ട്വിസ്റ്റാണ് ഈ പന്തീരാങ്കാവ് കേസുമായി ബന്ധപ്പെട്ട്. കാരണം വലിയ വാർത്തയായ സംഭവമാണ്. വലിയ പീഡനം അനുഭവിച്ച ഒരു കുട്ടിയെന്നായിരുന്നു നമ്മൾ കരുതിയിരുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഒരു ട്വിസ്റ്റ്, ഒരു മാറ്റം ഈ കേസുമായി ബന്ധപ്പെട്ട് എങ്ങനെ സംഭവിച്ചു എന്നുള്ളതാണ്. ഈ വീട്ടുകാരെ പൂർണ്ണമായും കുറ്റപ്പെടുത്തിയാണോ ഇപ്പോൾ യുവതിയുടെ സംഭാഷണം? അതെ രഞ്ജിത്ത്, വീട്ടുകാർ നിർബന്ധിച്ചിട്ടാണ് താൻ ഇത്തരത്തിൽ രാഹുലിനെതിരെ ഒരു പരാതി ഉന്നയിച്ചത്. ഒരു ഘട്ടത്തിൽ പോലും രാഹുൽ തന്നോട് സ്ത്രീധനം ആവശ്യപ്പെട്ടിരുന്നില്ല, അല്ലെങ്കിൽ തന്റെ വീട്ടുകാരോട് സ്ത്രീധനം ആവശ്യപ്പെട്ടിരുന്നില്ല എന്ന് ഒരു തരത്തിലേക്കാണ് ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ വീഡിയോയിലൂടെ പുറത്തു വരുന്നത്. ഇതിനെതിരെ ഈ ഒരു സ്ത്രീധനവും മറ്റു കേസുകളും ഉൾപ്പെടെ, അതായത് ഗാർഹിക പീഡനം ഉൾപ്പെടെയുള്ള കേസുകൾ ഇതിലേക്ക് വലിച്ചിഴച്ച് നിയമവൃത്തങ്ങളെ ഉൾപ്പെടെ ഇതിലേക്ക് വലിച്ചിഴയ്ക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു കേസ് കൊണ്ടുണ്ടായിരുന്നു. അച്ഛനും അമ്മയും നിർബന്ധിച്ചിട്ടാണ് അവർ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പെൺകുട്ടി വീഡിയോയിൽ കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു, അതായത് അങ്ങേയറ്റം കേരളത്തെ തന്നെ ഞെട്ടിപ്പിച്ച ഒരു സ്ത്രീധന പീഡന കേസ്, അല്ലെ ഗാർഹിക പീഡന കേസായിരുന്നു പന്തീരങ്കാവ്. അതിലുണ്ടാകുന്ന ഈ ട്വിസ്റ്റും നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ് എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടി എടുക്കുന്ന നിലപാടുകളിലെ അവ്യക്തതയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എന്ന് വേണം പറയാൻ. കാരണം ആദ്യം ഒരു ഘട്ടത്തിൽ ഭർത്താവിന്റെ അമ്മയും സഹോദരിയും ചേർന്ന് 7 ദിവസത്തിനുള്ളിൽ, അതായത് വിവാഹം കഴിഞ്ഞ് 7 ദിവസത്തിനുള്ളിൽ താൻ ആ വീട്ടിൽ നിന്നും നേരിടേണ്ടി വന്ന പീഡനം അസഹനീയമായിരുന്നു, ഒരു പെൺകുട്ടിക്കും സഹിക്കാൻ പറ്റാത്ത തരത്തിലായിരുന്നു എന്ന് നമ്മളോട് തന്നെ വെളിപ്പെടുത്തിയ ഒരു പെൺകുട്ടിയാണ്. നമ്മൾ തന്നെ നേരിട്ട് ന്യൂസ് 18 തന്നെ നേരിട്ട് ആ പെൺകുട്ടിയെ കണ്ട് സംസാരിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ അതിന് ഘടകവിരുദ്ധമായി പെൺകുട്ടിയുടെ വീഡിയോ വരുന്നു. പ്രത്യേകിച്ചും അതിലെ പ്രധാനപ്പെട്ട അലിഗേഷൻ ആയിരുന്നു സ്ത്രീധന പീഡനമായിരുന്നു എന്നുള്ളത്. സ്ത്രീധനം ആവശ്യപ്പെട്ടു, 150 പവനും കാറും ആവശ്യപ്പെട്ടു, അതല്ലെങ്കിൽ ഗാർഹിക പീഡനം, ഈ പെൺകുട്ടിക്ക് നേരെ ഗാർഹിക പീഡനം അഴിച്ചുവിട്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിലെ പ്രധാനപ്പെട്ട അലിഗേഷൻ. ഈ പെൺകുട്ടിയെ ചാർജറിന്റെ കേബിൾ കൊണ്ട് കഴുത്തിന് ചുറ്റി മുറുക്കി, അതുപോലെ ബെൽറ്റ് കൊണ്ട് അടിച്ചു, തല പിടിച്ച് ഭിത്തിയിൽ ഇടിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ ഒരു ഘട്ടത്തിൽ വലിയ ആരോപണവുമായി ഈ രാഹുലിനെതിരെയും, അതുപോലെ തന്നെ നമ്മളുടെ റിപ്പോർട്ടർ തന്നെ രാഹുലിന്റെ ഫാമിലിയുമായി സംസാരിച്ചപ്പോൾ ഈ കേസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ആജ്ഞ? ഈ പെൺകുട്ടിയുടെ ആരോപണത്തിന്റെ ഈ പരാതികളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ രാഹുൽ അറസ്റ്റിലാണ്. ഈ മാതാപിതാക്കൾ മുൻകൂർ ജാമ്യം നേടിയിട്ടുണ്ട്. മറ്റെന്തെങ്കിലും തരത്തിലുള്ള നിയമ നടപടികൾ ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ടോ കാര്യമായി തന്നെ? ഇല്ല രഞ്ജിത്ത്, മറ്റൊരു നിയമ നടപടിയും ഇപ്പോൾ പുരോഗമിച്ചില്ല. പക്ഷേ പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇനി ഇതുവരെയുള്ള നീക്കുപോക്കുകൾ ഒക്കെ വെള്ളത്തിലാവുന്ന സാഹചര്യമുണ്ട്. അല്ലെങ്കിൽ പോലീസ് ആദ്യഘട്ടത്തിൽ ഇതിലൊരു നിലപാടെടുത്തിരുന്നു. പോലീസിനെ പരാതി ചൂണ്ടുവിരലിൽ നിർത്തിയാണ് CI മോശമായി പെരുമാറി. CIക്ക് SHOയ്ക്ക് അന്ന് സസ്പെൻഷൻ നേരിടുന്ന സാഹചര്യമുണ്ടായി. പുതിയ അന്വേഷണ സംഘം ഉണ്ടാകുന്നു. അങ്ങനെ അന്വേഷണ സംഘം കൊച്ചിയിലെത്തിയിട്ട് പെൺകുട്ടിയുടെ വീട്ടിലെത്തിയിട്ട് മൊഴിയെടുപ്പ് നടത്തുന്നു. ഇങ്ങനത്തെ പന്തീരങ്കാവിലേക്ക്, കോടതിയിലേക്ക് പെൺകുട്ടിയെ മൊഴിയെടുക്കാൻ ഇവിടുന്ന് കൊണ്ടുപോകുന്നു. അങ്ങനെ നിയമ നടപടികൾ ഒരുപാട് കഴിഞ്ഞ ഒരു കേസാണ്. ആ ഒരു ഘട്ടത്തിലാണ് ഈ പെൺകുട്ടി ഇത്തരത്തിലൊരു വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അതായത് ഗാർഹിക പീഡന കേസാണെങ്കിലും സ്ത്രീധന പീഡന കേസാണെങ്കിലും ഒക്കെയും നിയമത്തിന് അകത്ത് വരുന്ന ഒരു സാഹചര്യത്തിൽ, ആ ഒരു നിയമത്തിനകത്ത് ഈ കേസ് വരുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ വ്യാജ പരാതികൾ കൊണ്ട് ഇത്തരത്തിലൊരു ചെറുപ്പക്കാരനെ ഉപദ്രവിച്ചു എന്നൊരു തരത്തിലേക്ക് ഈ കേസ് തിരിയാനുള്ള സാഹചര്യമാണ് ഇനി അങ്ങോട്ട് കാണാൻ കഴിയുന്നത്. മാത്രമല്ല മറ്റൊരു സാഹചര്യം കൂടിയുള്ളത്, ഇനി രാഹുലിനെതിരെ നിലനിൽക്കാൻ സാധ്യതയുള്ളത്, രാഹുൽ വിവാഹിതനായ ശേഷം ഡിവോഴ്സ് വാങ്ങാതെ മറ്റൊരു വിവാഹം കഴിച്ചു എന്നൊരു കേസ് മാത്രമേ ഉള്ളൂ. അതിലും ഈ പെൺകുട്ടി ക്ലാരിറ്റി വരുത്തിയിട്ടുണ്ട്. തന്റെ നിർബന്ധപ്രകാരമാണ് രാഹുലേട്ടൻ അങ്ങനെ ചെയ്തത്, താനാണ് പറഞ്ഞത്, കുഴപ്പമില്ല, ഈ എടുത്ത ഡേറ്റിൽ തന്നെ വിവാഹം കഴിക്കാം എന്നൊരു സാഹചര്യത്തിലേക്ക് വന്നതെന്ന്. അതായത് നിരവധി ആരോപണം ഉണ്ടായിരുന്നു ആജ്ഞ. സ്ത്രീധനം വാങ്ങി, സ്ത്രീധന പീഡനം ഉണ്ടായിരുന്നു, വീട്ടിൽ വെച്ച് മർദ്ദനമുണ്ടായിരുന്നു, മാതാപിതാക്കൾക്കും ഇതുമായി ബന്ധപ്പെട്ട് പങ്കുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. കാരണം കുറേ നാളുകൾ കേരളം ചർച്ച ചെയ്ത വളരെ പ്രധാനപ്പെട്ട ഒരു സ്ത്രീധന പീഡന കേസാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഭിപ്രായങ്ങളുമൊക്കെ സമൂഹത്തിലുണ്ടായ സാഹചര്യം കൂടിയുണ്ട്. ഈ രാഹുലിനെതിരെ പോലും മറ്റ് ചില വിഷയങ്ങളും കടന്നു വന്നു. ഇതൊക്കെ എല്ലാം ഇല്ലാതാവുകയാണ്. മൊത്തം തൻ്റെ മാതാപിതാക്കൾ പറഞ്ഞത് വെച്ച്, അഭിഭാഷകൻ പറഞ്ഞു വെച്ചാണ് ചെയ്തതെന്ന് പറയുമ്പോൾ ഈ കേസിൻ്റെ ഒരു ഗതി ഇനി എന്താകും? പെൺകുട്ടിയടക്കം നിയമ നടപടി നേരിടേണ്ട പശ്ചാത്തലം ഒരുങ്ങി വരികയാണ്.